ഓമനപുത്രൻ ഉണ്ണിക്കണ്ണൻ ഓമനപുത്രൻ ഉണ്ണിക്കണ്ണൻ ഓമനപുത്രൻ ഉണ്ണിക്കണ്ണൻ ഓമനപുത്രൻ ഗോകുൽ എന്നൊരു ഗജവീരൻ ഗോകുൽ എന്നൊരു ഗജവീരൻ ഗോകുൽ എന്നൊരു ഗജവീരൻ ഗോകുൽ എന്നൊരു ഗജവീരൻ ഗോകുൽ എന്നൊരു ഗജവീരനെ ഗോകുൽ എന്നൊരു ഗജവീരനെ ഗോകുൽ എന്നൊരു ഗജവീരനെ ഗോകുൽ എന്നൊരു ഗജവീരനെ തല്ലി ചതച്ചു കൊന്നൊടുക്കെ തല്ലി ചതച്ചു കൊന്നൊടുക്കി തല്ലി ചതച്ചു കൊന്നൊടുക്കെ തല്ലി ചതച്ചു കൊന്നൊടുക്കി ദേവസ്വത്തിൻ ചറ്റകളെ ദേവസ്വത്തിൻ ചട്ടകളെ ദേവസ്വത്തിൻ ചറ്റകളെ ദേവസ്വത്തിൻ ചട്ടകളെ കൊല്ലാനായും കക്കാനായും കൊല്ലാനായും കക്കാനായും കൊല്ലാനായും കക്കാനായും കൊല്ലാനായും കക്കാനായും ജന്മമെടുത്തൊരു നാരികളെ ജന്മമെടുത്തൊരു നാരികളെ ജന്മമെടുത്തൊരു നാരികളെ ജന്മമെടുത്തൊരു നാരികളെ ദേവസ്വത്തിൻ നാരികളെ ദേവസ്വത്തിൻ നാരികളെ ദേവസ്വത്തിൻ നാരികളെ ദേവസ്വത്തിൻ നാരികളെ നിങ്ങളുടെയെല്ലാം ചറ്റത്തരങ്ങൾ നിങ്ങളെയെല്ലാം ചട്ടത്തരങ്ങൾ നിങ്ങളുടെയെല്ലാം ചറ്റത്തരങ്ങൾ നിങ്ങളെയെല്ലാം ചട്ടത്തരങ്ങൾ കണ്ണുമടച്ച് നോക്കിയിരിക്കാൻ കണ്ണുമടച്ച് നോക്കിയിരിക്കാൻ കണ്ണുമടച്ച് നോക്കിയിരിക്കാൻ കണ്ണുമടച്ച് നോക്കിയിരിക്കാൻ ഞങ്ങൾക്കിനിയും ആകില്ല ഞങ്ങൾക്കിനിയും ആകില്ല ഞങ്ങൾക്കിനിയും ആകില്ല ഞങ്ങൾക്കിനിയും ആകില്ല ആരാ പറയുന്നറിയാമോ ആരാ പറയുന്നറിയാമോ ആരാ പറയുന്നറിയാമോ ആരാ പറയുന്നറിയാമോ അതാണിതാണ് BJP അതാണിതാണ് BJP അതാണിതാണ് BJP അതാണിതാണ് BJP ജയ് ബലം ഭാരത് മാതാക്ക് ജയ് ഒരുപാട് പ്രതിഷേധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വളരെ വേദനയോട് കൂടിയാണ് ഇന്ന് ഗുരുവായൂരപ്പന്റെ ഈ ആനത്താവളത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. കാരണം ഗുരുവായൂരപ്പന്റെ ഗജവീരന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആന, ഞാൻ മനസ്സിലാക്കുന്നതും ഇവിടുത്തെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും അറിയാവുന്ന ഒരു കാര്യം, വളരെ ആരോഗ്യവാനായിരുന്ന ആ ആന ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പ ഭക്തരെയും അതുപോലെ തന്നെ ആനകളെ, നമുക്കറിയാം ആനകളെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. കാലങ്ങളായിട്ട് നമുക്ക് അവരിൽ നിന്നൊക്കെയാണ് സാധാരണക്കാരായ നമ്മൾ പലരും ഈ ആനയുടെ പേരും ആനയുടെ പ്രത്യേകതകളും അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ഈ ആനയെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ആരാധകരുള്ള ഒരു ആനയായിരുന്നു ഗോകുല്. അപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഗുരുവായൂരില് ഒരു ആനയ്ക്ക് ഒരു ഉത്സവത്തിന്റെ ഇടയിൽ വെച്ച് കുത്തേറ്റു, മറ്റൊരു ആന കുത്തി എന്നുള്ള വാർത്തക്ക് നമ്മൾ അറിഞ്ഞു. നിർഭാഗ്യവശാൽ അത് ഗോകുലായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഈ ആനക്കോട്ടയില് ഗോകുല് കുറെ ദിവസങ്ങൾ, കുറെ മാസങ്ങള് ഗോകുലിനെ കഴിഞ്ഞു വന്നിരുന്നു. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഗോകുലിന്റെ വിയോഗത്തോട് കൂടിയിട്ട് പല കഥകളാണ് പുറത്തേക്ക് വന്നത്. ഞാൻ അവിടെ സൂചിപ്പിച്ചു, BJP നടത്തുന്ന മറ്റ് പ്രതിഷേധ പരിപാടികൾ പോലെ ഈ ഒരു പരിപാടിയിൽ സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഗുരുവായൂരപ്പ ഭക്തരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഗുരുവായൂരപ്പന്റെ ഓരോ അദ്ദേഹം അത്രയും ഗുരുവായൂരപ്പൻ എന്താ പറയാ, അത്രയും പ്രിയങ്കരമായ ഒരു സ്ഥലം ഗുരുവായൂർ ആനക്കോട്ട. ഈ ആനക്കോട്ടയിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങള് ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് ഭരിക്കുന്ന ഒരു ദേവസ്വം ഭരണ സമിതിയുണ്ട്. സത്യത്തില് ഈ ദേവസ്വം ഭരണ സമിതി എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർക്ക് MLA സീറ്റ് കൊടുക്കാൻ സാധിക്കാത്തവര്, അല്ലെങ്കിൽ ബോർഡ് ചെയർമാൻ കിട്ടാത്ത ആൾക്കാരൊക്കെ പിടിച്ച് CPM-കാര്, അല്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ്സുകാരാകട്ടെ CPM ആകട്ടെ, അവര് ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെയർമാനായിട്ട് സ്ഥാനം കൊടുക്കും. അനുബന്ധമായിട്ട് മെമ്പർമാര്, ഗുരുവായൂർ ദേവസ്വത്തിന്റെ മെമ്പർമാര്, അവരൊക്കെ ഇതേപോലെ രാഷ്ട്രീയത്തിന്റെ സ്ഥാനം കിട്ടാത്ത കുറെ ചവത്തി പുറത്തേക്കിട്ട കുറെ എണ്ണത്തിന് ഇവിടെ കുറെ പ്രതിഷ്ഠിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ പേരില്. എന്നിട്ട് അത്തരക്കാരുടെ ഇഷ്ടക്കാർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗുരുവായൂർ ആനക്കോട്ടയിലും
യൂണിയനുകൾ, CPM-ന്റെ യൂണിയൻ, അങ്ങനെ മറ്റ് കോൺഗ്രസിലെ യൂണിയൻ, അത്തരത്തിലൊക്കെ ഉണ്ട്. ഈ ഭരണസമിതി, CPM-ന്റെ ഭരണസമിതി വരുമ്പോ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ കയറ്റും. കോൺഗ്രസിന്റെ ഭരണസമിതി വരുമ്പോ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ കയറ്റും. അതേപോലെ ഈ ഗോകുലിന്, ഈ ചെറിയ ഈ പ്രിയങ്കരായ ഗോകുലിനും നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതിന്റെ വിശദമായ വിവരങ്ങൾ പുറത്തെടുത്തപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത്, ഗോകുലിന് കാലങ്ങളായിട്ടുള്ള ഒരു രണ്ടാം പാപ്പാൻ ഉണ്ടായിരുന്നു. അപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് കേരളം മുഴുവൻ സത്യത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ വേദനയോടെ പറയാൻ തോന്നുന്നത്, നമ്മുടെ ഈ ഗുരുവായൂര് സാധാരണ രാഷ്ട്രീയമായിട്ട് നമ്മള് പ്രതിരോധിക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ നമ്മൾ വളരെ ആ രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് വേദന തോന്നുന്നത്, ഒരു ആന, അതും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആന, ഒരു മൃഗീയമായ രീതിയിൽ സത്യത്തിൽ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അത് ഗുരുവായൂർ പോലെയുള്ള സ്ഥലത്ത് ഇവിടെ CPM ഭരിക്കുന്ന ഈ സമയത്ത് CPM-ന്റെ ആളുകളുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ യൂണിയനിൽപ്പെട്ട ആളുകളുടെ സമ്മർദ്ദം കാരണമാണ് രണ്ടാം പാപ്പാൻ ചുമതലയെടുത്ത് എന്ന് പറയുന്നു. അത് പറഞ്ഞുകൊണ്ട് അവർ നാളെ മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവിടെ നിന്നിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ വരുന്ന സമയത്തും ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേക്ക് കുറെ ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. കുറെ ആളുകൾ പറയുന്നു, ആനയെ മർദ്ദിക്കുന്ന സ്ഥിരം ഇവിടുത്തെ ഒരു പദവി എന്ന് പറയാം, അടിക്കുന്ന ആളുകൾ കൊടുക്കാറുണ്ട്. അടിക്കുന്നൊരു വിഭാഗം, അതൊരു പദവി പോലെയാ. മറ്റു ചിലവർ പറയുന്നു, ഈ ആനപ്പാപ്പ വരിപ്പെട്ട ചില ആളുകൾ പറയുന്നു, ഇവിടുത്തെ ഒരു ഡോക്ടർ, അയാൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോലും അറിയാത്തൊരു ഡോക്ടർ എന്ന് പറയുന്നു. അങ്ങനെ പല തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണവും തുറന്നുകൊണ്ടിരിക്കുന്നു. എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് നഷ്ടപ്പെട്ടത് ഗുരുവായൂരപ്പൻ ഒരു ആനയാ. സത്യത്തിലെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കഴിവ് കെട്ട CPM-ന്റെ ഭരണസമിതി മൂലം. കാരണം ഇവിടെ ഗുരുവായൂര് ആനക്കോട്ടയ്ക്കകത്ത് ഹൈക്കോടതിയുടെ ഒരു വിധി എന്ന് പറയുന്നത്, ഹൈക്കോടതിയുടെ ആവശ്യം ഇവിടെ CCTV സ്ഥാപിക്കണമെന്ന്. പക്ഷേ ഇതുവരെ ഗുരുവായൂർ ആനക്കോട്ടയ്ക്കകത്ത് CCTV സ്ഥാപിച്ചിട്ടില്ല. ഇത് ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുന്ന സമയത്ത് ഇതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണ് പുറത്തുള്ള ഗുരുവായൂരപ്പ ഭക്തരായിക്കോട്ടെ പൊതുസമൂഹമായിക്കോട്ടെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? പലരും പലതരത്തില് ഇവിടെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യം തന്നെ ഗുരുവായൂർ ആനക്കോട്ടയ്ക്കകത്ത് നടക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇവിടുത്തെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്കോ അനുബന്ധ ആളുകൾക്കോ അറിയാൻ യാതൊരു സംവിധാനവുമില്ല. എല്ലാം ഒരു മറ പോലെയാണ്. ഇതിനകത്ത് നടക്കുന്ന വിഷയങ്ങളൊന്നും പുറത്തേക്ക് അറിയില്ല. ആനകളെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ഒരു പത്രലേഖകൻ, അദ്ദേഹം എന്നെ വിളിച്ചു. ചന്ദ്രമോഹൻ, കോൺഗ്രസിലെ ചന്ദ്രമോഹൻ ഇരിക്കുന്ന കാലഘട്ടത്തിലാണെന്നാണ് ഓർമ്മ. ഒരു ആനയെ പൊള്ളിച്ചു എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ആനയെ പൊള്ളിച്ചു എന്ന്. ഈ വിഷയം അറിഞ്ഞുകൊണ്ട് ഗുരുവായൂർ ആനക്കോട്ടയില് അന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പത്രപ്രവർത്തകരുടെ സംഘം എത്തിയപ്പോ ആ പറഞ്ഞ ആനയെ വലത്തെ ഭാഗത്താണ് തോന്നുന്നു അതിനെ പൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ തിരിച്ചു നിർത്തിയിരിക്കുക. ഇവിടെ വരുന്ന ആളുകൾക്കൊന്നും കാണാൻ സാധിക്കാത്ത തരത്തില് ആനയെ തിരിച്ചു നിർത്തിയിരിക്കുന്നു. അപ്പൊ അത്തരത്തില് ശരിക്കും പറയാം, പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നേരത്തെ സൂചിപ്പിച്ചു, അവരുടെ രാഷ്ട്രീയ മര്യാദകള്, കാരണം അണികളോട് ചില രാഷ്ട്രീയ മര്യാദ CPM-ന് ചെയ്യേണ്ടതുണ്ട്. ഓരോ രാഷ്ട്രീയത്തില് അവരവരുടെ ആളുകള് ദേവസ്വം ഭരണസമിതിയിൽ വന്ന് പറയുകയാണ്, ഇത് നമ്മളാണ്, നമ്മുടെ സഖാ, ഇന്ന ആനയോടൊപ്പം നിൽക്കണം. അപ്പൊ ശരി, ഇതാ കൊടുക്കുകയാണ് ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററും കൂടിയിട്ട്, ഇതാ അന്നാണ് ഈ നാളെ മുതൽ ഇന്ന ആനയോടൊപ്പം. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് അറിയാൻ സാധിച്ചു, ഈ ആനയുടെ പാപ്പാന്മാര് മാറുന്നതിനനുസരിച്ച് അവര് ഈ ആനപ്പാപ്പാന്മാരുമായിട്ട് ഒരു ശരിക്കും പേടി വരുത്തുന്നതിന് വേണ്ടി ആനയെ വളരെ മൃഗീയമായിട്ട് ഭേദ്യം ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്തരത്തില് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഗോകുലിന് ആ കുത്ത് കിട്ടിയ സമയത്ത് ഇവിടെ വിശ്രമത്തിലായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവിടുത്തെ ഡോക്ടർ ഫിറ്റ്നസിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു അത്ര പുറത്തേക്ക് എഴുന്നള്ളിക്കാമെന്ന് പറഞ്ഞിട്ട്.
അപ്പൊ ഈ കുത്ത് കിട്ടിയതിനു ശേഷവും തൃശ്ശൂർ പൂരത്തിലൊക്കെ ഗോകുല് പങ്കെടുത്തു എന്ന് പറയുന്നു. അതിനുശേഷവും പല പരിപാടികൾ ഗോകുല് പങ്കെടുത്തതായിട്ട് പറയുന്നു. പിന്നീട് എങ്ങനെയാണ് ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ് നമുക്കത് വ്യക്തമായിട്ട് നമ്മുടെ കൈകളിൽ കിട്ടാതെ പറയാനും സാധിക്കില്ല. പല തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പുറത്തു വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ഇത് അന്ന് കിട്ടിയ കുത്ത് മറ്റൊരു ആനയിൽ നിന്ന് കിട്ടിയ കുത്തിന്റെ ഭാഗമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒരു വിഭാഗം പറയുന്നു. മറിച്ച് നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ പല വിദഗ്ധരുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പൊ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ നാടുകളെന്ന പാപ്പാൻ രാത്രി 12 മണിയോടുകൂടി ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക് പ്രവേശിച്ച് 5 പേരടങ്ങുന്ന സംഘം ഈ ആനയെ വളരെ മൃഗീയമായിട്ട് അടിച്ചു. ഉറങ്ങിക്കിടക്കുന്ന ആ ആനയെ മൃഗീയമായിട്ട് അടിച്ചു. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വിദഗ്ധ സംഘത്തിൽപ്പെട്ട 1-2 പേരുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവരിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഈ ആന കിടന്നുറങ്ങുന്ന സമയത്ത് നിലവിൽ കുത്തുകൊണ്ടുകൊണ്ട് ആന സത്യത്തിൽ നമ്മൾ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന അതേപോലെ തന്നെ മാനസികമായിട്ട് വളരെ തളർച്ചയിലായിരുന്നു, ശാരീരികമായിട്ടും തളർച്ചയിലായിരുന്നു. അതിൽ നിന്ന് ഒന്ന് കരകയറി വന്നിട്ടില്ല. ആ സമയത്താണ് ഇവരുടെ സ്വാധീനം, CPM-ന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരുത്തരെ 2ാം മാനപ്പാപ്പാനായിട്ട് കയറ്റുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 5ഓളം വരുന്ന സംഘം രാത്രി 12 മണിക്ക് മൃഗീയമായി മർദ്ദിച്ചു എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ആ ആന അതിനുശേഷം ഭക്ഷണമെടുക്കലൊക്കെ വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. ഭക്ഷണമെടുക്കല് വളരെ കുറവായിരുന്നു. അന്ന് മുതൽ അത് കൂടുതൽ ക്ഷീണത്തിലേക്ക് ആന കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപക്ഷെ ശരിയായിരിക്കാം, അന്നത്തെ കൊത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മാനസികമായിട്ട് ആനയ്ക്ക് സംഭവിച്ചത് ഇന്നത്തെ വൈദ്യശാസ്ത്രത്തില് മനുഷ്യനായിക്കോട്ടെ ആനയ്ക്കായിക്കോട്ടെ അങ്ങനെ ഒരു മരണം, മാനസികമായി ആന തകർന്ന് ഈ ഇത്തരത്തിലുള്ള അക്രമം കാരണം ആന ശരിക്കും ഭക്ഷണം കഴിക്കാതായിരിക്കുന്നു. അങ്ങനെ ഒരു മരണം ഭക്ഷണം പോലും കഴിക്കാതെയാണ് സംഭവിച്ചതെങ്കിൽ ഏത് പോസ്റ്റ്മോർട്ടങ്ങളാണ് പുറത്തു വരിക? ഇതെല്ലാം പുറത്തു വന്നത് ഇതിനകത്ത്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ പല ആളുകളും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, BJP-ക്കാരല്ലാത്ത ആളുകളും. അപ്പൊ അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളില് നമ്മളിവിടെ നിർത്തിപ്പോകുന്നു. ആ ധാരണ ആർക്കും വേണ്ട. വരാൻ പോകുന്ന ദിവസങ്ങളില് ഞങ്ങളുടെ കയ്യില് ഇതിനകത്ത് നിന്ന് തന്നെ പല തെളിവുകളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പല പേരുകൾക്ക് പുറമെ മറ്റു ചില പേരുകളും വരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഗുരുവായൂർ നഗരസഭയും അതുപോലെ ഗുരുവായൂർ MLA-യും ഇവിടുത്തെ കേരളം ഭരിക്കുന്നതൊക്കെ CPM സമ്മതിച്ചു. പക്ഷെ അതിന് മീതെ ഭാരതം ഭരിക്കുന്നത് BJP-യാ. ഞങ്ങൾക്ക് ഇത്തരത്തില് ഗുരുവായൂർ രാമസത്തില് ഗുരുവായൂരപ്പന്റെ ആനകളെ ഇത്തരത്തിൽ മൃഗീയമായി പീഡിപ്പിച്ച് കൊല്ലുന്ന ഈ തരത്തിലുള്ള നീചമായ നടപടിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ഓരോ ആളുകളും ഈ ആനക്കോട്ടക്കകത്ത് നിൽക്കുന്ന ഈ ഗോകുലിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും അതിനൊരു തർക്കവുമില്ല, മുഴുവൻ ആളുകളെയും നിയമ നടപടിക്ക് ഞങ്ങൾ അതിന് മുന്നിൽ കൊണ്ടു നിർത്തും. ഞാനിനി പറയുന്നത് പോലും ചില വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഈ സംഭവം നടന്നത് മുതൽ ഇതിനകത്തു നിന്നും പല തെളിവുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി എത്ര മൂടി വെച്ചാലും ശരി, ഈ മൃഗീയമായിട്ടുള്ള ഈ കയ്യേറ്റത്തിന് തയ്യാറെടുത്ത് നടത്തിയ അവരുടെ 2 പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചു, ഇന്നും വായിച്ചു. പക്ഷെ ഇതിലൊന്നും പെടാത്ത ആ പേരുകൾ ഇങ്ങനെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ആ പേരുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ആനയെ ഭേദം ചെയ്ത ചില മാന്യന്മാര് അവരുടെ പേരുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവരങ്ങനെ സുഖമായിട്ട് നടക്കാമെന്നുള്ള ധാരണ വേണ്ട. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക, ഗുരുവായൂരപ്പന്റെ ഭക്തരോട് നമുക്കറിയാം, അവിടുത്തെ ദേവസ്വം ഭരണസമിതിയുടെ ആളുകള്
ജീവനക്കാര് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വളരെ മോശമായി നീചമായ രീതിയിലൊക്കെ പെരുമാറുന്നു.